ഹാപ്പി ഓണം. ഹായ് ഗൈസ്, ഹാപ്പി ഓണം. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ വ്ളോഗാണ്. സാധാരണ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇന്നിവിടെ കസിൻസ് ഒക്കെ വന്ന ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ ആണ്. ആൻഡ് ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ആൻഡ് നമ്മളിവിടെ പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വരും. നമ്മളിവിടെ കുറെ റീൽസ് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. ആൻഡ് ഇപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഉള്ളിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയി സദ്യ കഴിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് സദ്യ? സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പാലട സേമിയാണ്. എനിക്കിഷ്ടം പാലട പായസമാണ്. പൊതുവെ എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഓണൊക്കെ അല്ലേ, അതുകൊണ്ട് പായസം കുടിക്കാതെ എങ്ങനെ, അതുകൊണ്ട് നമ്മൾ പാലട പായസം കുടിച്ചോ. കുറച്ച് ഞാൻ കുടിച്ചു. ഇവിടെ ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ടുണ്ട് ഇതിൽ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കഴിഞ്ഞില്ല. ടേക്കിന് ശേഷം എടുക്കുന്ന ക്ലിപ്പാണ് ഇത്. നമുക്കിന്ന് സർപ്രൈസ് ആയിട്ടൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവളെ വിളിച്ചു, പക്ഷെ ഇവള് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് ഇവിടെ കുറേ കോൾ ഉണ്ടത് ഫോണിൽ. അപ്പം എടുത്തപ്പോഴാണ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ കസാരക്കളി, സുന്ദരിക്ക് പൊട്ടുതൊടലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്നത്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ അടിപൊളിയായിരുന്നു എന്നാ പറയുക. എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് പായസമാണെന്ന് എനിക്ക് ഇഷ്ടമായത്? ഗൈസ്, ഇനി നമുക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പോയിട്ട് കുറച്ച് പിക്ചേഴ്സ്, ഫോട്ടോസ് ഒക്കെ എടുക്കണം. ലിയക്ക് ഒരു പാട്ട് പാടണം നമ്മൾ പറഞ്ഞു. ഇവിടെ വന്നിക്ക്. ഓക്കെ, തൃശ പാടാൻ പറഞ്ഞപ്പോ പാട് നോക്കട്ടെ. ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടം വരെ എത്തിയിട്ടുണ്ട്. കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കണത്. റെഡി ആവുമെന്ന് അറിയില്ല. ബാക്കിൽ ഹനീന, അമ്മു, ലിയ. ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ വീണ്ടും കുറച്ചേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇനി ഇവളുടെ ഡാഡി ഇവളെ പിക്ക് ചെയ്യാൻ വരും. അപ്പം ഞാൻ അങ്ങോട്ട് ആക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇത്രയുള്ളപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ്. ബൈ.